ഹായ് എവരിവൺ, എല്ലാവർക്കും നോക്ക് റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 10 മിനിറ്റിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. മത്തങ്ങയും പയറും ചേർത്തൊരു കറി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മെലൂഷൻ എന്നാണ് പറയുക. ഈ കറിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഒട്ടും വൈകാതെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 400 ഗ്രാം മത്തങ്ങ വൃത്തിയായി കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉണക്കപ്പയർ വൃത്തിയായി കഴുകി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 2 തണ്ട് വേപ്പില, 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്കൊരു കുക്കറിൽ ഉണക്കപ്പയറും മത്തങ്ങയും വേപ്പിലയും എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒപ്പം 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. മത്തങ്ങയും പയറും വേവിക്കാനായി 250 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിൽ മാത്രം വരുത്തി നമുക്കിത് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മാത്രം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം മത്തങ്ങ കൂടുതൽ ഉടഞ്ഞു പോയാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടേസ്റ്റ് ഈ കറിക്ക് കിട്ടില്ല. അങ്ങനെ ഒരു വിസിൽ വന്ന് കുക്കറിന്റെ പ്രഷറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറൊക്കെ കറക്റ്റ് വെവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കണം. അതിനായി ഒരു തടുക്ക പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ചൂട്ടോടെ തന്നെ ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്കർ അടച്ചു വെക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ കടുക് പൊട്ടിക്കുകയോ വേറെ താളിച്ചു ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ചൂടായ വെളിച്ചെണ്ണയുടെ മണം ഈ കറിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയി കിട്ടും നമ്മുടെ ഈ കറി. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ ഈ കറി നല്ല കോമ്പിനേഷൻ ആണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. നാളികേരം വേണ്ട, അരക്കേണ്ട, അങ്ങനെ അധികം അധ്വാനമൊന്നുമില്ലാതെ വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് എന്നാൽ രുചിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.